നമ്മുടെ സംസ്ഥാനത്ത് കാലവർഷം ദുർബലമാണെങ്കിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പ്രവചിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ എവിടെയും അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഉണ്ടാകും എന്നൊന്നും പറയുന്നില്ല. 7 ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലേർട്ട് പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, അതേപോലെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ഗ്രീൻ അലർട്ടാണ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ. നാളെയും മറ്റന്നാളും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. പടിഞ്ഞാറൻ കാറ്റും ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കേരള തീരത്തേക്ക് നീളുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായും മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമൂലം തീരദേശ മേഖലയിലുള്ളവർക്കും അതേപോലെ മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പക്ഷേ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. വിലക്കൊക്കെ നീക്കിയിട്ടുണ്ട്. നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ജില്ലകളിലെ താപനില കൂടി പരിശോധിച്ച് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയാൽ തിരുവനന്തപുരത്ത് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിൽ 34 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. കുറഞ്ഞത് 24 ഡിഗ്രി സെൽഷ്യസ്. 34 ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട്ടെ കൂടിയ താപനില. അതേപോലെ തന്നെ കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂരിലെ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ. ചൂട് അത്യാവശ്യം നേരത്തെ നല്ല മഴ പെയ്ത സമയത്ത് നല്ലോണം ചൂട് കുറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ചൂട് ചെറുതായിട്ട് വരുന്നുണ്ട്. ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. 10 മണി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മഴ ഉണ്ടാകും, പക്ഷേ കാര്യമായിട്ടുള്ള മഴ മുന്നറിയിപ്പും എങ്ങും നിൽക്കുന്നുമില്ല.